പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് കോഡി റോഡ്സിൻ്റെ പ്ലാൻ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം റസൽമേനിയ 40 കോഡി റോഡ്സ് അദ്ദേഹത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി റോക്കിന് വിട്ട് കൊടുത്തിരിക്കുകയാണ്. റസൽമേനിയ 40 കോഡി റോഡ്സ് സെത്തിൻ്റെ എതിരെ മത്സരിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് റോയിൽ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ കോഡിയുടെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ സ്റ്റോറി ലൈൻ സെഗ്മെൻറ്റുകൾ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കോഡി റോഡ്സിനെ ഉള്ള ഒരു സപ്പോർട്ട് ആരാധകർക്കിടയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇരട്ടിയോളം ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. അതായത് പ്ലാൻ ചെയ്തത് ഇങ്ങനെയാണ്, രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, റോക്ക് വേഴ്സസ് റോമൻ തമ്മിലുള്ള ഒരു ഡ്രീം മാച്ച് വരുമ്പോൾ ആ ഒരു മത്സരത്തിന് എല്ലാവർക്കും താല്പര്യമുണ്ടായിരിക്കും. കോഡിയുടെ ഒരു അവസരം നഷ്ടപ്പെടുമ്പോൾ കോഡിക്കുള്ള ഒരു സപ്പോർട്ട് ആരാധകരുടെ ഇടയിൽ കൂടും എന്നുള്ളത്. അതിൽ കോഡിയുടെ സപ്പോർട്ട് വർദ്ധിച്ചു. പക്ഷേ റോക്ക് വേഴ്സസ് റോമൻ തമ്മിലുള്ള ഒരു ഡ്രീം മാച്ച് വന്ന രീതി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ റോക്കിനെതിരെയുള്ള ചാൻറ്റുകൾ ലൈവ് ഷോയിൽ അവർ ചാൻറ്റ് ചെയ്യാൻ തുടങ്ങി. അത് WWE മാനേജ്മെൻറ്റ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിലൂടെ കോഡി റോഡ്സിനുള്ള സപ്പോർട്ട് പിന്നെയും ഉയർന്നു. റോക്കിനോടുള്ള ഒരു അതൃപ്തി എല്ലാവരും പ്രകടമാക്കുകയും ചെയ്തു. അപ്പോൾ കോഡി റോഡ്സിനെ ഫേസ് ഓഫ് ദി കമ്പനി ആക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ എല്ലാ സ്റ്റോറി ലൈനുകളും തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. റസൽമേനിയ 40 കോഡി റോഡ്സ് സെത്തിനെ തന്നെയായിരിക്കും ചലഞ്ച് ചെയ്യുക എന്നാണ് നമുക്കിപ്പോൾ ഫൈറ്റ്ഫുൾ സെലക്റ്റിൻ്റെയും PW ഇൻസൈഡറിൻ്റെയും റസ്ലിംഗ് ഒബ്സർവറുടെയും ഒക്കെ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റോക്ക് വേഴ്സസ് റോമൻ തമ്മിലുള്ള ആ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം തന്നെയായിരിക്കും റസൽമേനിയ 40 നടക്കാൻ പോകുന്നത്. ഈ വെള്ളിയാഴ്ച റസൽമേനിയ അനുബന്ധിച്ചുള്ള ഒരു പ്രസ് ഇവന്റ് നടക്കുന്നുണ്ട്. അതിൽ കൂടുതൽ അപ്ഡേറ്റ്സ് പങ്കുവെക്കുമെന്നാണ് WWE ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ. ആ ഒരു ഇവന്റ് കണ്ടതിന് ശേഷം ഡീറ്റെയിൽ ആയി നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഈ ഒരു സ്റ്റോറി ലൈനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.